അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പെരുസത്തോ സഹോദരി സഹോദരന്മാരെ, റമളാൻ തിങ്കളിൽ സാക്ഷിയായിട്ടുള്ള ഞങ്ങൾ റമളാനിൽ പ്രധാനപ്പെട്ടുള്ള നാളുകൾ പോകുമ്പോഴത്തേക്കു ഞങ്ങൾ യാറെ ഒരു ലിങ്കായി പോകേണ്ടതായ ഒരു വിഷയത്തിക്കറ് ഖുർആൻ ചൊന്തുള്ളൊരു വിഷയം. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ള ഒരു തിങ്കളായിത്തിക്കറ് റമളാൻ. ഷഹറു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഈ റമളാൻ ചൊന്തുള്ളത് ഖുർആനുമായിട്ടുള്ള ബന്ധം എന്തിനെ ചൊന്നെങ്കിൽ, റിലേഷൻ എന്തിനെ ചൊന്നെങ്കിൽ ഖുർആൻ നുസൂലായിട്ടുള്ള ഒരു ഇതായിത്തിക്കറ്. അതിൽ ഈ ഖുർആൻ നുസൂലായിട്ടുള്ള നൈറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്വപ്പെടുത്തിയത് എന്തായിത്തിക്ക്, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ രണ്ടായിത്തിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കിയത്, ഖുർആൻ്റെ നുസൂലാക്കിയത്. ഇത്രയും മഹത്വം ആ വിഷയത്തിലുണ്ട്. അതുകൊണ്ടു ഈ ഖുർആനുമായിട്ട് ഞങ്ങളെ ഒരു റിലേഷൻ വേറെ തിങ്ങളിൽ എങ്ങനെ അള്ളാഹു ആലം, പ്രത്യേകിച്ച് റമളാനിൽ ഞങ്ങൾ എന്തായിത്തിക്കണോ ചൊന്തുള്ള വിഷയത്തിൽ തന്നെ വിഷയത്തിന് മുന്നിട്ടുള്ളത്. ഞങ്ങൾക്കെല്ലാവരും ഗൊന്തുള്ള വിഷയ ഖുർആനുമായി ഞങ്ങൾ എന്തെല്ലാം വിഷയത്തിൽ ടച്ചാവും അതെല്ലാം ഹൈറാവുടു ചൊന്തുള്ളൊരു വിഷയം. നല്ല ഒരു മുത്തഅല്ലിമാർ, വിദ്യാർത്ഥിയാർ, സ്റ്റുഡൻറ്റാർ ഖുർആൻ്റെ മുത്തഅല്ലിം. നല്ല ഒരു മുഅല്ലിം, ഉസ്താദാർ, സയൻസ് പഠിപ്പിக்கிறோன்னா, മാത്സാ അല്ല വേറെ എന്തെങ്കിലും എഞ്ചിനീയറിംഗ് വേറെ എന്തെങ്കിലും സബ്ജക്റ്റ് പഠിപ്പിക്കണ, ലാംഗ്വേജ് പഠിപ്പാട്ട ആൾമാരാ അല്ല. പിന്നെ മുഅല്ലിമുൽ ഖുർആൻ, ഖുർആൻ പഠിപ്പാട്ട മുഅല്ലിം. കാരണം ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ നഗൊന്തുണ്ടല്ലേ. ശരി, ഇനി ഖുർആൻ അവതീർണമായിട്ടുള്ള ജാഗെ ഖൈറു ബുഖഅത്ത് മക്ക അല്ലേ, ഖൈറായിട്ടുള്ളൊരു ജാഗെ. അതുമാത്രമല്ല ഖുർആൻ ഇറങ്ങിയ തിങ്കളും അതും ഖൈറായ തിങ്കളായിത്തിക്ക് റമളാൻ അല്ലേ. ഖുർആൻ ഇറങ്ങിയ ജാവു ഖൈറു മിൻ അൽഫി ഷഹർ അല്ലേ, ഖൈറു മിൻ അൽഫി ഷഹർ ലൈലത്തുൽ ഖദ്ർ ആയിത്തിക്കർ. അതേ രൂപത്തിൽ ഖുർആൻ ഇറങ്ങിയ നബി അഷ്റഫുൽ ഖൽക്ക് അല്ലേ. ഇനി ഖുർആൻ കൊമ്പന്ന മലക്ക് മലക്കുൽ അമീൻ ജിബ്രീൽ അല്ലേ. വേറെ മലക്കുമാത്തി ശ്രേഷ്ഠതയില്ലേ ഉണ്ട്. ഖുർആൻ അവതീർണമായിട്ടുള്ള സമൂഹ ഖൈറു ഉമ്മ, അറബിരംഗ ഖൈറു ഉമ്മ, ആർക്കും വേണ്ടാത്ത ആൾമാർ അല്ലേ. അപ്പോൾ ഖുർആനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഖൈറാവണം ചൊന്നുണ്ടെങ്കിൽ എന്താക്കണം, ഞങ്ങൾ എന്ത് പ്രവർത്തിക്കണം, വേറൊന്നുമില്ല. ഖുർആനുമായിട്ട് ഞങ്ങളൊരു ലിങ്ക് എപ്പോൾ ഞങ്ങൾക്ക് എന്ത് വേണം. അപ്പം ഞങ്ങൾ ഖൈറാവിട ഒന്നും ഖുർആൻ്റെ ആലിമായിത്തിക്കണം, ഞങ്ങൾ പഠിപ്പാട്ടറങ്ങായിത്തിക്കണം, അല്ലെങ്കിൽ മുത്തഅല്ലിമായിത്തിക്കണം. ഇത് ജണ്ടു അല്ലാത്ത ഒരു വ്യക്തി മുസ്ലിം ആയിത്തിക്കോകില്ല. മൗത്തുരത്തോളം ഒന്ന് പഠിച്ചുകൊണ്ടിക്കണം, പഠിപ്പാട്ടിക്കൊണ്ടിക്കണം വിശുദ്ധ ഖുർആൻ. അതുകൊരു ഞങ്ങൾ ഒന്തിയ ഒരു ടൈമായിത്തിക്കർ ശരിക്കും റമളാൻ ചൊന്തുള്ളത്. അതുകൊണ്ടായിത്തിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമധ്യായ സൂറത്തു ബഖറ 185 വചനത്തിൽ പഠിപ്പാട്ടി, ഷഹറു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ്. ഇത് അല്ലാഹു ഞങ്ങൾക്ക് ഇറക്കി തന്ന എന്തൊക്കെ ഹിദായത്തിന് വേണ്ടിയിട്ട്. അല്ല അർത്ഥറിയാണ്ട് ഇങ്ങനെ വെക്കരുതാ ഔത്തു കുറേ ആൾമാർ മൗത്തായോട് ഓതിരാറ്, അതാ വേണ്ടത് അല്ലല്ലേ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിൽ ഓഡിയോയിൽ വെച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾക്ക് അതൊരു ആ ഒരു ഉറങ്ങുമ്പത്തുക, അല്ലെങ്കിൽ ഏതെങ്കിലും വെഹിക്കൽ കാറിൽ പോകുമ്പത്തുക വെക്കുള്ളതാ അല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് സെൻഡാക്കി കൊടുത്തു ഞങ്ങളൊന്നും അത് കണക്ഷൻ ഇല്ലാണ്ടിക്കോ, അങ്ങനെ അല്ല. റമളാൻ പ്രത്യേകിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാത്തു ബറു ബന്നിബിന് വിദാരിസുൽ ഖുർആന അങ്ങ് ചർച്ചാക്കറ തിന്നാറ് ഖുർആനിൽ, അതായിത്തിക്കറ് വേണ്ടത്. അതുമാത്രമല്ല മലായിക്കത്മാർ ഭയങ്കര ഇഷ്ടമായിത്തിക്കറ്, റഹ്മത്തിന് മലായിക്കത്മാർ ബണ്ടാറുന്നു ഖുർആൻ പഠിക്കറ് പള്ളിയിലായെങ്കുന്നു. ഇത് ഖുർആനിൽ ഞങ്ങൾ അങ്ങനെ ഇപ്പോൾ റമളാനിലുള്ള ഖുർആൻ ക്ലാസ്സെല്ലാം നടക്കുമ്പോൾ പള്ളിയിൽ വേറെ ഞങ്ങൾക്ക് എന്ത് അമ്പർപ്പിൽ പോകേണ്ട ഒരവസ്ഥ ഉണ്ടാ, ജാഗ്രത ആക്കുന്നുണ്ട്. അത് മാത്രമല്ല സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിറാഅത്ത് ജസ്റ്റ് ഓതിയെങ്കിൽ കൂലി കിട്ടരുത്. മൻ ഖറഅ ഹർഫ മിനൽ ഖുർആനി ഫലഹു ഹസനാൻ, ഒരു ഹർഫ് ഓതിയെങ്കിൽ അവനക്ക് കൂലി ഉണ്ടെന്ന്. ഒരു ഹർഫ് 10 പോലെ. എന്നിട്ട് നമ്മൾ അലിഫ്ലാമീൻ ചൊന്ത് ഓതിയെങ്കിൽ അത് 3 ഹർഫല്ലേ, അത് 30 ഹർഫ് പോലെ അല്ല, 30 കൂലി അത് കിട്ടുന്നു. അത് ഒരു ഹർഫല്ല, 30 കൂലി കിട്ടുന്നു. ഒന്ന് ഫുള്ള് ഖത്തമാക്കിയ അവസ്ഥ ആലോചിക്കണം. അപ്പോൾ ഇപ്പമേ തുടങ്ങണു. ഖുർആൻ 30 ജുസു ഉള്ളത്. അപ്പോൾ ഒരു ജുസു ചെന്നെങ്കിൽ 20 പേജ് ഉണ്ട്. അപ്പോൾ ഒരു നിസ്കാരത്തിന് മുന്നിലും പിന്നിലായിട്ട് 4 പേജ്, ഒരു നിസ്കരിക്കുമ്പോൾ 100 നിസ്കരിക്കുമ്പോഴത്തേക്കും നിസ്കാരം കഴിയുമ്പോഴത്തേക്കും 4 പേജ് അതിൽ ഓതിത്താവും ഞങ്ങൾക്ക്. അങ്ങനെ 5 ഒക്താവുമ്പോഴത്തേക്കും ഒരു ജ്യൂസ് കംപ്ലീറ്റ് ആവിടും. 34 ഒരു ടെൻഷനും ഇല്ല. വേറെ എക്സ്ട്രാ ഫ്രീ ഇരിക്കുമ്പോഴത്തേക്കും വേറെ ഒന്നും പോകില്ലല്ലേ. ഫുഡിൻ്റെ ടൈം ഫ്രീ അല്ലേ ഇപ്പം.
ആയുള്ള ടൈം ഫ്രീ അല്ലേ, ഇബാദത്തുള്ള ടൈമല്ലേ, ഫുഡെല്ലാം സെക്കൻഡറി അല്ലേ റമദാനിൽ. അപ്പോൾ ഇബാദത്ത് ഖുർആൻ ഓതുക, മാക്സിമം ടൈമിൽ നിസ്കരിക്കുക. എത്ര ടൈം വേണ്ടിയത്? ജമാഅത്ത് കഴിഞ്ഞ് ഫ്രീ ഇല്ലേ ഞങ്ങൾ? എത്ര നേരം ഫ്രീ ഉണ്ട് ഞങ്ങൾക്ക്? രാവിലത്തെ എല്ലാം എന്തെങ്കിലും തിന്നോക്കും ഞങ്ങൾക്ക് ടൈമു, ബാക്കി പോൾ ടൈമിലും. അപ്പോൾ ഇത് കാരണം ഞങ്ങൾ ചൊല്ലത് പലക്കെ ഞങ്ങൾ ആറായിത്തിക്ക് ഖുർആൻ ദൂരാക്കുക. ഞങ്ങളെ ഖുർആൻ്റെ ശത്രു ആറ്? ഞങ്ങമേ മനുഷ്യ രൂപത്തിലുള്ളതായ ശത്രുമാ അല്ല, ಬೇರೆ ಆಲ್ಮಾರೆ ಅದರ ಪೆರವು ಪೋಯ್ತು, ಇಬ್ಲೀಸರ ಪೆರವಲು ಪೋಯ್ತು ನಂಗೆ ಶತ್ರು ಆವಿಡದ. ಇನ್ನ ಕೌಮಿತ್ತಕದು ಹಾದಲ್ ഖുർആന മഹജൂറ നബി കംപ്ലൈൻറ്റ് ചൊല്ലിട്ട് ഏത് വിഭാഗത്തിൽ പെണ്ണങ്ങളല്ലേ? അപ്പോൾ ഖുർആൻ ഒരു ഇത് മുട്ടയില്ലെങ്കിൽ എങ്ങനെ ഈ ഖുർആൻ്റെ ആൽമാരിക്കുമ്പോൾ ആരെ പേടിക്കൊണ്ട് ചൊന്നില്ല, ഇസ്സത്ത് കുറവില്ല, ഒന്നുമില്ല. ഇത് മുസ്ലിം പേരും ഞങ്ങൾ ഉണ്ട് കുറേ ആൽമാർ. ഖുർആൻ്റെ അതിൽ ഗാലി കൊന്തില്ലാത്തൊരു വിഭാഗം വരുമ്പോഴത്തേക്ക് ഖുർആൻ്റെ ഇസ്സത്ത് ആരും കിട്ടല്ലേ? അള്ളാഹുടെ കലാം കയ്യിൽ പിടിച്ച ഒരാൾക്ക് ഒരു ഇസ്സത്ത് കുറയുകയില്ലേ? ഖുർആൻ എപ്പോൾ ഞങ്ങൾ ദൂരാക്കുക, ഞങ്ങൾ ഇസ്സത്ത് പോണ്ടു. ഇത് ആൽമാർ ചെമ്മാൽമാർ ഈ വിഷയം കൊന്തില്ല. അതുകൊണ്ടായിത്തിക്കരുത്, ഞങ്ങൾ ജാഗ്രത ആക്കണം സഹോദരന്മാരെ. ഖുർആൻ പഠിക്കുന്ന ആൾ മുത്തഅല്ലിമോ അല്ല ആലിമ ആവണം. അത് പ്രത്യേകിച്ച് റമളാനിൽ ചൊന്തായിത്തിക്കരുത്. അത് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടി തന്നതായ കുറേ ഹദീസിൽ പ്രത്യേകിച്ചിട്ട് ഓരോ ടൈമിലും ഓതുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടി തന്നതായ കുറേ ഹദീസുണ്ട്. നല്ല ചന്തത്തിൽ ഓതണം. സയ്യിനു അസ്വാതക്കും സയ്യിനുൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ്റെ ചന്തത്തിൽ ഓതണം. മക്കളെ പഠിപ്പാട്ടി കൊടുക്കറു. ഇപ്പോൾ എന്താ ഖുർആനെല്ലാം ഉണ്ടല്ലേ, റമദാനിലെല്ലാം എത്ര പഠിക്കണം ഞങ്ങൾക്ക്. ഇത് എത്ര ഞങ്ങൾ ഈ ദുനിയാവിൽ ഖുർആനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് സമ്പാദന ആക്കുക ഔട, ഇൽമ സമ്പാദന ആക്കുക ഔട, അത്ര സമ്പാദന ആക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഖുർആൻ യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലിഅസ്ഹാബിഹി, അങ്ങനത്തെ ആൾമാർക്ക് സപ്പോർട്ടായി ബണ്ട് നബി തങ്ങൾ ചൊന്നത്. ഇതൊന്നും ഇല്ലെങ്കിൽ സഹോദരന്മാരെ ഇതിൽ ഞങ്ങൾക്ക് ഒന്നും ചൊല്ലുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കൊമ്പത്ത് ഞങ്ങൾക്ക് തന്നതായ സത്യസന്ദേശമായിട്ടുള്ള ഖുർആൻ ഞങ്ങൾക്ക് തന്നപ്പോൾ കുറേ പാശ്ചാത്യ അത് വെസ്റ്റേൺ ആൾമാരെല്ല ഖുർആൻ പഠിച്ചിട്ട് മുസ്ലിം ആവുമ്പോഴത്തേക്കു ഇതെന്ത് വെറും ബുക്ക് ചൊന്തു ഞങ്ങൾ ആ ഒരു അവസ്ഥയിൽ ഇന്നെങ്കിൽ ಖಂಡಿತ ഞങ്ങളെ ലൈഫിൽ ಅದು ನೂರಾವಲ ಅದು ಪ್ರಕಾಶ ಆಗಿ ಕಿಟ್ಟಲ್ಲ ಚೊಂತುಲ್ಲ ವಿಷಯ ನಂಗೆ ಬೇಣು. ಅಲ್ಲಾಹು ಕಾತ್ ಸಲಾಮತ್ ಆಕಟ್ಟು ಅಲ್ಲೇ, ಅಲ್ಲಾಹು ಅನುಗ್ರಹಿಕಟ್ಟು. ಆಮೀನ್. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ. Share this video and earn great rewards from Allah. May this Ramadan bring you endless blessings and mercy.